കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, കാണാതായ തൻ്റെ മകന് വേണ്ടി യാക്കോബ് ഏറെ കാലം ദൈവസന്നിധിയിൽ ദുഃഖിച്ചു കാത്തിരുന്നു. തൻ്റെ ജോസഫിനെ താൻ ഏറ്റവും സ്നേഹിച്ച ഭാര്യയിൽ നിന്നുണ്ടായ മകനാണ് ജോസഫ്. വഴിയിൽ വെച്ച് ജോസഫ് ചെറുതായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഈ ഒരു ബെന്യാമീൻ ഉണ്ടെങ്കിൽ ഈ യോസേപ്പിനെയാണ് അധികം യാക്കോബ് സ്നേഹിച്ചത്. പക്ഷേ ഒരു ദിവസം അവനെ കാണാതായപ്പോൾ അവൻ്റെ സഹോദരന്മാർ വന്ന്, അല്ലെങ്കിൽ യാക്കോബിൻ്റെ മൂത്ത പുത്രന്മാർ വന്ന് പറഞ്ഞു, അവനെ ഒരു ദുഷ്ടമൃഗം തിന്നു കളഞ്ഞു, അവൻ ചത്തുപോയി എന്ന് വന്ന് പറഞ്ഞു. പക്ഷേ അവൻ മരിച്ച കാര്യം യഥാർത്ഥം യാക്കോബിൻ്റെ കണ്ണുകൊണ്ട് കണ്ടില്ല. പക്ഷേ മക്കൾ പറഞ്ഞതനുസരിച്ച് തൻ്റെ മോൻ തന്നെ വിട്ടു പോയി എന്നുള്ള ഒരു ദുഃഖത്തിൽ എനിക്കിനി ഇവിടം വിട്ട് പോയാൽ മതി എന്നുള്ള ഒരു മരണവും കാത്തിരിപ്പാണ് ഈ യാക്കോബ്. അങ്ങനെ വർഷങ്ങളേറെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അറിയുകയാണ് തൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്നും തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ എല്ലാ മക്കളെയും കൊച്ചുമക്കളെയും അവനിരിക്കുന്ന രാജ്യത്തിലേക്ക് പോകുവാനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യത്തിൽ ആദ്യം യാക്കോബ് ഒന്ന് ഭയന്നു. അന്യരാജ്യത്തിലാണ് പോകുന്നത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു മല്ലടിച്ച് ജയിച്ച ഒരു യാക്കോബ് അന്നും പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ എന്ത് ചെയ്യാനെന്ന് കേട്ടിരിക്കും. അപ്പോൾ അന്ന് രാത്രി ഈ യാക്കോബിന് വീണ്ടും ദൈവം ആകുകയാണ്. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 46-ാമത്തെ അധ്യായം 3-ാമത്തെയും 4-ാമത്തെയും വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിൻ്റെ പിതാവിൻ്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോട് കൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേപ്പ് സ്വന്തം കൈ കൊണ്ട് നിൻ്റെ കണ്ണ് അടയ്ക്കും എന്ന് അരുളി ചെയ്തു. പ്രിയ ദൈവമക്കളെ, ദൈവം പറയാണ്, നിന്നെ ഞാൻ തിരിച്ചു വരുത്തും. ജോസഫ് സ്വന്തം കൈകൊണ്ട് നിൻ്റെ കണ്ണിനെ അടയ്ക്കും. നീ ദൈവസന്നിധി നിത്യതയിൽ ചേർക്കപ്പെടുമ്പോൾ ജോസഫായ താൻ മരിച്ചുപോയെന്ന് വിചാരിക്കുന്ന തൻ്റെ മകൻ അവൻ്റെ കൈകൊണ്ട് തന്നെ നിൻ്റെ കണ്ണടയ്ക്കും, നിന്നെ ഞാൻ തിരിച്ചു വരുത്തുമെന്ന് പറയുകയാണ്. പ്രിയ ദൈവ പൈതലേ, അപ്പോൾ അങ്ങനെ നാം ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലത് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല, നമുക്ക് പ്രാപിക്കുവാൻ പറ്റത്തില്ല എന്ന് നാം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ദൈവം തിരിച്ചു തരുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ചിലവർ ചോദിക്കാം, മരിച്ചവരെ എങ്ങനെ എന്ന് ചോദിക്കാം. മരിച്ചവരെ നമുക്ക് തിരിച്ചു കിട്ടുമോ? അല്ലെങ്കിൽ മരിച്ചവരെ അടക്കം ചെയ്ത് ഇത്രയും ദിവസമായി, പണ്ട് യേശു ലാസറിനെ ഉയർപ്പിച്ചു എങ്കിലും ഇന്ന് അങ്ങനെ കല്ലറയ്ക്കകത്ത് വെച്ച് വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ദിവസങ്ങളോ ആയ ഒരാളെ തിരിച്ച് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ, അവരെ നമുക്ക് തിരിച്ചെങ്ങനെ ലഭിക്കുമെന്ന് വെച്ചാൽ, നാം കർത്താവിൽ ജീവിക്കുമ്പോൾ, നാം നിദ്ര കൊള്ളുമ്പോൾ, നാം കർത്താവിൻ്റെ സമൂഹത്തിൽ പോകുമ്പോൾ അവരെയും നമുക്ക് കാണുവാൻ പറ്റും. ഇല്ലാതെ ചിലപ്പോൾ കാണാതെ പോയ മക്കൾ കാണും, കാണാതെ പോയ ഭർത്താവ്, ഇട്ടിട്ട് പോയ ഭാര്യ, അങ്ങനെ അല്ലെങ്കിൽ അപ്പന്മാർ തള്ളിയിട്ട് പോയ മക്കൾ, ഇങ്ങനെ വന്നിട്ട് ഒരു ഈ ലോകത്ത് ജീവിക്കുന്നവർ ഒത്തിരിയേറെ പേരുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു പരിധിവരെ വളർത്തിയിട്ട് മക്കളെ അപ്പയുടെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്ന അമ്മ, അമ്മയുടെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്ന അപ്പ, അതേപോലെ അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് വിട്ട് ഇറങ്ങിപ്പോകുന്ന മക്കൾ, എന്തെങ്കിലും ചെറിയ കാര്യത്തിലായിരിക്കും ഇനി നിങ്ങൾ എന്നെ കാണത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ വിട്ടുപോയിട്ട് കണ്ണ് കാണാതെ എവിടെയെങ്കിലും ദൂരെ പോയി ജീവിക്കുന്ന മക്കൾ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ സമ്പത്ത്, സമാധാനം, ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ വർഷങ്ങളായിരിക്കും. പ്രിയ ദൈവ പൈതലേ, ഇന്നും പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഈ യാക്കോബ് ഒരു സന്തോഷം വന്നതുപോലെ, തൻ്റെ മകനെ കാണാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷം ദൈവം കൊടുത്തതുപോലെ, നീ ഭയപ്പെടണ്ട, നിൻ്റെ മകൻ്റെ അടുത്ത് നീ പോകുമെന്ന് വന്ന് ദൈവം പറഞ്ഞതുപോലെ, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചു മടക്കി കൊണ്ടുവരുവാൻ കർത്താവ് സന്നദ്ധനാണ്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, എത്ര വർഷമായാലും നിങ്ങൾ ദൈവത്തിലുള്ള പ്രത്യാശയും വിശ്വാസവും വിടാതെ വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ സാധിക്കും. ദൈവം തിരിച്ചു മടക്കി കൊണ്ടുവരും. ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുവാം. കർത്താവ് നമ്മുടെ കരങ്ങൾ നഷ്ടപ്പെട്ട ചിലതിനെ കർത്താവ് നമ്മുടെ
കരങ്ങൾ തിരിച്ച് മടക്കി തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ സമയത്ത് കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. നിൻ്റെ മക്കൾ കർത്താവെ എന്താണ് നഷ്ടപ്പെട്ടിട്ട് ദൈവമേ അത് തിരികെ ലഭിക്കുമോ ലഭിക്കത്തില്ലയോ, അല്ലെങ്കിൽ ഇത്രയും വർഷമായി എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടത് ഇനി എനിക്ക് തിരിച്ചു വരുമോ, എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ട സമാധാനം, എനിക്ക് നഷ്ടപ്പെട്ട സുഖം, എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മക്കൾ, എനിക്ക് നഷ്ടപ്പെട്ട ഭാര്യ, എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഭർത്താവ്, അവർ ഇനി മടങ്ങി വരുമോ, എന്നെ ചേർത്ത് കൊള്ളുമോ, ഡൈവേഴ്സിൻ്റെ മധ്യയിൽ ഞാൻ നിൽക്കുന്നു, ആ ഡൈവേഴ്സ് ഒന്ന് മാറ്റിയിട്ട് എന്നോട് കൂടെ ചേർന്ന് ജീവിക്കുവാൻ എനിക്ക് തുണയായിട്ട് ആ വ്യക്തി കൂടെ വരുമോ എന്നൊക്കെ പലവിധമായ പ്രാർത്ഥനയോട് വ്യാകുലത്തോട് കണ്ണുനീരോട് ഇരിക്കുന്ന ഈ വ്യക്തികൾ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ. അപ്പോൾ ദൈവമേ അവർക്ക് ദൈവമേ ഇപ്പം നീ മടക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇവർക്ക് സമാധാനം നഷ്ടപ്പെടുവാൻ ഇവരെ കയ്യിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടോ അത് ഈ ദിവസങ്ങൾ മടക്കി ലഭിച്ച് കർത്താവെ ഇവർ വീണ്ടും കർത്താവെ കാലം അങ്ങയിൽ സന്തോഷിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഈ ലോകം വിട്ടു പോയ മക്കൾ കർത്താവെ, ഭർത്താവ്, ഭാര്യ, ഇങ്ങനെ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരങ്ങൾ കർത്താവ്, ഇങ്ങനെ തനിക്ക് സ്വന്തം വേണ്ടെന്നുള്ളവർ മരണപ്പെട്ടു പോയവരെ കർത്താവ് ഇനി നമുക്ക് പോയി കാണാം എന്ന് കർത്താവെ അവർ ആശ്വസിപ്പിക്കുവാനും കർത്താവ് പ്രത്യാശയുടെ ധീരത്തിലേക്ക് കാത്തിരിപ്പാനും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കാലിൽ ഗർഭത്തിൽ വെച്ച് തന്നെ ശിശു നഷ്ടപ്പെട്ടവർ കർത്താവെ, അതേപോലെ കർത്താവെ പ്രസവിച്ച ഉടനെ മക്കൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അധികം താമസിക്കാതെ തലമുറയെ കൊടുത്ത് കർത്താവെ നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിൻ്റെ മക്കൾക്ക് കർത്താവെ തങ്ങളുടെ കരങ്ങൾ നഷ്ടപ്പെട്ട ദിവസങ്ങൾ മടക്കിയെടുത്ത് അങ്ങയുടെ നാമം സ്തുതിപ്പാൻ തക്കവണ്ണം ഇവരെ കർത്താവെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.